അപ്രതീക്ഷിതമായിട്ടായിരുന്നു കലാഫൻ നവാസിന്റെ മരണം. കരിയറിൽ ശക്തമായി തിരിച്ചു വരുന്നതിനിടയിലാണ് നവാസ് വിട പറഞ്ഞത്. ഷൂട്ടിംഗ് കഴിഞ്ഞ് ഹോട്ടലിലെത്തിയ നവാസിനെ ഹൃദയാഘാതത്തെ തുടർന്ന് ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. നവാസ് ഇല്ലാത്തതിന്റെ ശൂന്യതയിലാണ് ഇപ്പോഴും എല്ലാവരും. നവാസിനൊപ്പമുള്ള ഓർമ്മകൾ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പങ്കുവച്ചിരുന്നു. നവാസിന്റെ ഭാര്യയും നടിയുമായ രഹന ഈ സങ്കടം എങ്ങനെ മറികടക്കുമെന്ന ആശങ്കയാണ് എല്ലാവർക്കും ഉള്ളത്. നടി തസ്നീ ഖാനും രഹനയെ കുറിച്ച് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ സംസാരിച്ചത്. രഹനയ്ക്ക് അത്രയും സ്നേഹമാണ് നവാസിനോടൊന്നും ആ സ്നേഹത്തിന് കണ്ണു തട്ടിയതായിരിക്കാമെന്നും തസ്നീ ഖാൻ പറഞ്ഞു. ദൈവം രഹനയ്ക്ക് ജീവിക്കാനുള്ള കരുത്ത് നൽകട്ടെ എന്നും അവർ കൂട്ടിച്ചേർത്തു. ദൈവം ആ കുട്ടിക്ക് ജീവിക്കാനുള്ള കരുത്ത് കൊടുക്കട്ടെ, ജീവിച്ച് കാണിച്ചു കൊടുക്കട്ടെ. 3 കുട്ടികളെ നല്ല നിലയിൽ എത്തിക്കണം. പറക്കമുറ്റാത്ത കുട്ടികളാണ്, എല്ലാരും പഠിക്കുകയാണ്, ഒന്നും ആയിട്ടില്ല. നവാസിന്റെ കബറിൽ സന്തോഷം വരണമെങ്കിൽ രഹന മുന്നോട്ട് പോയി ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഒന്ന് പോയി രഹനയെ കാണണം. അന്ന് കുറച്ചു സമയം രഹനയെ കണ്ടപ്പോൾ തന്നെ എന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ഓരോരുത്തരെയും കാണുമ്പോൾ പിന്നെയും പൊട്ടിക്കരയില്ലേ? ആ കരച്ചില് കാണാതിരിക്കാൻ ഞാൻ ഫേസ് ചെയ്തില്ല. ഇനി ഒന്ന് പോയി കണ്ട് സമാധാനിപ്പിക്കണം. ജീവിക്ക്, മുന്നോട്ട് വാ എന്ന് പറഞ്ഞു കൊടുക്കണം. അതായിരുന്നു കബറിൽ കിടക്കുന്ന നവാസിന്റെ സന്തോഷം. തസ്നീ ഖാൻ പറയുന്നു. നവാസ് നന്നായി ആരോഗ്യം ശ്രദ്ധിക്കുന്ന വ്യക്തിയായിരുന്നുവെന്നും ഓരോരുത്തർക്കും ഓരോ വിധിയാണെന്നും തസ്നീ ഖാൻ കൂട്ടിച്ചേർത്തു. വേണ്ട വിധത്തിൽ സിനിമ നവാസിന്റെ കഴിവ് ഉപയോഗിച്ചിട്ടില്ലെന്നും ഓരോരുത്തരും മരിച്ചു കഴിയുമ്പോഴാണ് അത് മനസ്സിലാക്കുമെന്നും തസ്നീ ഖാൻ പറഞ്ഞു. അങ്ങനെ കുറെ പേരുണ്ട്. ചിലപ്പോൾ ഓരോരുത്തരുടെയും ഭാഗ്യവും സമയവുമായിരിക്കും. ചിലപ്പോൾ ഒട്ടും അഭിനയിക്കാൻ അറിയാത്തതായിരിക്കും രക്ഷപ്പെട്ടു പോകുന്നത്. സിനിമ എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. ഇത്ര വർഷമായിട്ടും എനിക്ക് വലിയ റോളുകളൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷെ ഇത്രയൊക്കെ എത്തിയല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തസ്നീ ഖാൻ കൂട്ടിച്ചേർത്തു.